ഹലോ കൂട്ടുകാരെ, അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് കുറച്ച് ഖുർആനിലെ ക്വിസുമായാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിലെ ആകെ സൂറകൾ. ആൻസർ 114. 2, ഖുർആനിലെ ആകെ ജുസ്ഉകൾ. ആൻസർ 30. 3, ഖുർആനിന്റെ മാതാവ് ഏത്? ആൻസർ ഫാത്തിഹ. 4, ഖുർആനിന്റെ ഹൃദയം ഏത്? ആൻസർ യാസീൻ. 5, അനുഗ്രഹങ്ങളുടെ അധ്യായം ഏത്? ആൻസർ നഹ്ല്. 6, സൂറത്ത് സ്വലാത്ത് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? ആൻസർ ഫാത്തിഹ. 7, ഖുർആനിന്റെ നവവരൻ. ആൻസർ സൂറത്തുർ റഹ്മാൻ. 8, ബിസ്മില്ല എന്ന് ആയത്തുകൾക്കിടയിൽ എത്ര തവണ വന്നു? ആൻസർ 2. 9, സ്വലാത്ത് അല്ലെങ്കിൽ നിസ്കാരം എന്ന പദം ഖുർആനിൽ വന്നത്? ആൻസർ 67. 10, സക്കാത്ത് എന്ന പദം ഖുർആനിൽ വന്നത്? ആൻസർ 32. ഹജ്ജ് എന്ന പദം ഖുർആനിൽ വന്നത്? ആൻസർ 10 സ്ഥലങ്ങളിൽ. 12, ഖുർആൻ പേര് പറഞ്ഞ യുദ്ധങ്ങൾ ഏവ? ആൻസർ 1 ബദർ, 2 അഹ്സാബ്, 3 ഹുനൈൻ. 3 യുദ്ധങ്ങൾ. 13, തസ്ബീഹ് കൊണ്ട് ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏത്? ആൻസർ അൽ ഹഷർ. 14, 2 ബിസ്മിയുള്ള സൂറത്ത് ഏത്? ആൻസർ അന്നംൽ. 15, ഖുർആനിൽ ഇറക്കപ്പെട്ട അവസാന പദം ഏത്? ആൻസർ അൽ ബഖറ 281. 16, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു നാമം കൊണ്ട് ആരംഭിച്ച സൂറത്ത് ഏത്? ആൻസർ അർ റഹ്മാൻ. 17, പ്രവാചകന്മാരല്ലാത്ത 2 വ്യക്തികളുടെ പേര് ഖുർആനിലുണ്ട്. അവ ആരെല്ലാം? ആൻസർ ലുക്മാൻ അലൈഹിസ്സലാം, മറിയം ബീവി. 18, ഏറ്റവും വലിയ അധ്യായം ഏത്? ആൻസർ അൽ ബഖറ 286 സൂക്തം. 19, ഏറ്റവും ചെറിയ അധ്യായം ഏത്? ആൻസർ അൽ കൗസർ 3 സൂക്തം. 20, ബിസ്മി കൊണ്ട് തുടങ്ങാത്ത അധ്യായം? ആൻസർ സൂറത്തു തൗബ.